ഗാലക്സി S25 അൾട്ര. ഫോണിൻ്റെ ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ ആദ്യം ഞാനും ഹരിയും കൂടെ കോഴിക്കോട് കടലുണ്ടിയിലേക്കായിരുന്നു പോയത്. ആദർശിൻ്റെ തോണിയിലായിരുന്നു കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയുള്ള യാത്ര. ഈ ഫോണിൽ 8K 10-bit ലോഗ് വീഡിയോ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അത് ശരിക്കും ട്രൈ ചെയ്യണമെന്ന് തോന്നി. ഇപ്പോൾ അൾട്രാ വൈഡ് ക്യാമറയിലും 50 MB സെൻസർ ആയതുകൊണ്ട് 8K അതിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന കടലുണ്ടിയിലെ സീക്വൻസ് അൾട്രാ HD 30 FPS ഷൂട്ട് ചെയ്തേക്കുന്നത്. അൾട്രാ HDയിലെ 10-bit ലോക്ക് പ്രൊഫൈല് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ക്യാമറ ആപ്പിൽ വന്ന അപ്ഗ്രേഡുകളും ശരിക്കും ഹാൻഡിയായി. അതിലെ ഹൊറൈസൺ ബാലൻസ് ഇൻഡിക്കേറ്റർ ഞാൻ ഏറ്റവും കൂടുതൽ റിലേ ചെയ്യുന്ന ഒന്നാണ്. അതിലും ടിൽറ്റ് ആക്സിസിൻ്റെ ലെവൽ വന്നു. കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിൽ കുറച്ച് ബേർഡ്സിനെ മാത്രമേ ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ തോണിയിലെ യാത്രയിൽ നല്ല കുറച്ച് ഫ്രെയിംസ് കിട്ടി. 8 പേരുള്ള തോണിയിൽ കയറുവാണെങ്കിൽ 1 മണിക്കൂറിന് ഒരാൾക്ക് 125 രൂപയാണ്. അത് ശരിക്കും വർത്തായിരുന്നു. പിന്നെ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തതും കളർ ഗ്രേഡ് ചെയ്തതും കംപ്ലീറ്റ് ആയിട്ട് ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോയിലാണ്. ഈ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ലോഗ് അസിസ്റ്റൻ്റ് ഓപ്ഷൻ കണ്ടില്ലായിരുന്നു. അത് ചിലപ്പോൾ അപ്ഡേറ്റിൽ വരുമായിരിക്കും. പക്ഷേ AI യൂസ് ചെയ്ത് ഗാലറിയിൽ നിന്ന് ലോഗ് കളർ ചെയ്ത വേർഷൻ കാണാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ആ കളർ ചെയ്തത് വേണമെങ്കിൽ സേവും ചെയ്യാം. പിന്നെ ഈ ഫോൺ വാങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ടെക്യൂവിൽ സ്പെഷ്യൽ ഓഫേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. പുതിയ സ്റ്റാൻഡിൽ നിന്ന് എലത്തൂർ ബീച്ചിലേക്ക് ബസ് എടുത്തു. എലത്തൂർ ബീച്ചിൽ ഒരു 3 മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഞങ്ങൾ എത്തിയത്. നല്ല വെയിലായിരുന്നുകൊണ്ട് ആ സമയം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ശാന്തമായി കിടക്കുന്ന കടലും വെള്ളമണലും. അവിടെ ഒരു കൊച്ചു പയ്യൻ കക്ക വാരിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അവൻ്റെ കുറച്ച് ഷോർട്സും എടുത്തു. അത് കഴിഞ്ഞ് 8K ലോക്ക് പ്രൊഫൈലിൽ ഹരിയുടെ കുറച്ച് ബി-റോളും ഷൂട്ട് ചെയ്തു. 5X പോർട്രേറ്റ് ഫോട്ടോസ് മുൻപത്തെ പോലെ തന്നെ നൈസായിരുന്നു. സാംസങ്ങിൻ്റെ സ്റ്റെബിലൈസേഷനാണ് എനിക്ക് ഫോൺ ക്യാമറയിൽ ഏറ്റവും ഇഷ്ടം. ടെലിലെൻസ് അതായത് 5X ഗിംബൽ ഇല്ലാതെ ഓർബിറ്റിംഗ് ഷോട്ട് എടുക്കാൻ പറ്റിയപ്പോൾ ഭയങ്കര ഇംപ്രസ്ഡായി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പയ്യന്മാർ തീരത്ത് ഫുട്ബോൾ കളിക്കുന്നതും ഷൂട്ട് ചെയ്തു. ഈ സ്മാർട്ട് ഫോൺസിൽ 8K ഒരു ട്രൂ 8K അല്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രോസസ്സിംഗ് കാരണമുള്ള ഓവർ ഷാർപ്പനിങ് ചില ഷോട്ട്സിൽ ലോഗിലും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സൺസെറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പ്രാവുകളെയും കിട്ടി. ഈ എലത്തൂർ ബീച്ച് കോഴിക്കോടിലെ നല്ലൊരു പീസ്ഫുൾ സ്പോട്ട് തന്നെയാണ്. S25 അൾട്ര ക്യാമറയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണിത്. ഞാൻ ജസ്റ്റ് പുതിയ ക്യാമറ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. 1 ഡേ മാത്രമേ ഈ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഒരു 24 അൾട്ര യൂസറായ ഞാൻ ഈ ഫോൺ ഇറങ്ങാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ വീഡിയോയിൽ എനിക്ക് ഏറ്റവും വലിയ അപ്ഗ്രേഡ് തോന്നിയത് ലോക്ക് പ്രൊഫൈൽ വന്നതായിരുന്നു. അൾട്രാ HDയിലെ ലോക്ക് പ്രൊഫൈൽ നൈസായിരുന്നു. പക്ഷേ 8K വരുമ്പം ചില ലൈറ്റിംഗ് കണ്ടീഷനിൽ ആ പഴയ ഓവർ ഷാർപ്പനിങ് ഉണ്ട്. പ്രോ വീഡിയോ മോഡ് ട്രൈ ചെയ്തിട്ടില്ല. അതിലും എക്സ്പോഷർ ടൂൾസായ ഫോൾസ് കളറൊക്കെ വന്നിട്ടുണ്ട്. അതെൻ്റെ ബ്ലാക്ക് മാജിക് ക്യാമറയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു എക്സ്പോഷർ ടൂളാണ്. പിന്നെ 4K 120 FPS ഒരു അപ്ഗ്രേഡും വന്നിട്ടില്ല. 5X ലെൻസ് വെച്ച് 4K 120 ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചായിരുന്നു. പക്ഷേ അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പിന്നെ ലോ ലൈറ്റിൽ AI വെച്ചിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പല റിവ്യൂസിലും കണ്ടായിരുന്നു. അതൊക്കെ ട്രൈ ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് S24 അൾട്രയുടെ 2X പോർട്രേറ്റ് മോഡിലാണ്. S24 അൾട്രയുടെ ക്യാമറയിൽ നിന്ന് S25 അൾട്രയിലേക്ക് ഭയങ്കര അപ്ഗ്രേഡ് ഉണ്ടോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ബൈ.